ഒരു പ്രേസ് കാർഡിന്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവായ ദൈവം നമ്മളെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് പരിജ്ഞാനമില്ലാതെ, അല്ലെ, ദൈവത്തിന്റെ മക്കൾ പരിജ്ഞാനമില്ലാതെ നശിച്ചു പോകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. പരിജ്ഞാനമില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിജ്ഞാനം കിട്ടണം എന്നുള്ളത് അതിനുള്ള താല്പര്യമില്ല, അറിവ് കിട്ടണം എന്നുള്ള താല്പര്യം ഇല്ലാഴിക കൊണ്ട്, അല്ലെ. എന്ന് വെച്ചാൽ ദൈവത്തെ പറ്റി ഒരു അറിവില്ലാതെ യേശുക്രിസ്തു എന്താണ് നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവരിയിൽ ചെയ്തു തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ പരാജയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ. നമുക്ക് പരാജയപ്പെടാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മളെ തന്നെ നമുക്ക് അറിവില്ലാഴിയെ കൊണ്ട് പിശാചിന്റെ കയ്യിലെ പാവകളാക്കി ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്, അല്ലെ. നമ്മുടെ ദൈവം നമ്മളെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഒരായുധം നമ്മൾക്കെതിരായിട്ട് അവന്റെ ടീം, അല്ല, പിശാചിന്റെ ടീം ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരായുധ വർക്കും നമുക്കെതിരായിട്ട് നടക്കത്തില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റൈച്ചസ്നെസ് വരുന്നത് ദൈവത്തിൽ നിന്നാണ്, അല്ലെ. മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കി പെരുമാറിക്കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ വിക്ടോറിയസ് ആയിരിക്കും എന്നും, അല്ലെ. നമുക്ക് എന്താ പറയുക, കണ്ണീരിന്റെ സമയം ഉണ്ടാകത്തില്ല എന്ന് ചുരുക്കുക. അപ്പൊ അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവെ, സമയത്ത് നന്ദി പറഞ്ഞു. കർത്താവ് പിതാവെ, താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങൾക്കെതിരായിട്ട് ഫാഷൻ ചെയ്തിരിക്കുന്ന ഒരു വെപ്പൺ പോലും അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതിനായിട്ട് നന്ദി പറയുന്നത് കർത്താവിനോട്. ആർട്ട് കൊല്ലനെയും കർത്താവ്, കൊല്ലനെയും അങ്ങ് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് എതിരായിട്ട് ഫോം ചെയ്യുന്ന വെപ്പൺ ഉണ്ടാക്കുന്ന ആളെയും അങ്ങ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങാണ് എല്ലാത്തിനേക്കാളും ഉപരി ആയിട്ടുള്ള അങ്ങയുടെ പേരാണ് എല്ലാത്തിനേക്കാളും വലിയത്. കർത്താവെ, താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ഞങ്ങൾ നിർത്തനായിട്ട് നന്ദി പറഞ്ഞു. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അപ്പോ നമുക്ക് ഇന്ന് ഏശയ്യാവിലേക്ക് പോകും. ഐസയ്യാന്റെ 54, 16ഉം 17ഉം വാക്കുകൾ. ഐസയ്യാന്റെ അല്ലെങ്കിൽ ഏശയ്യാന്റെ 54, 16, 17 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: തീക്കനൽ ഊതി പണി ചെയ്തു ഓരോ ആയുധവും തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെ ആകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നീതി, നമ്മുടെ നീതി വരുന്ന യഹോവയിൽ നിന്നാണ്, അല്ലെ. ഇത് നമ്മൾ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത നീതിയല്ല. ജൂതന്മാര് നേരത്തെ, പരീശന്മാരും ശാസ്ത്രിമാരും, അല്ലെ, ഇസ്രായേൽ മക്കൾ, അവര് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു നീതി കിട്ടുന്നതിന് വേണ്ടി. അവര് വർക്ക് ചെയ്തു, അവര് പലതരത്തിലുള്ള സാക്രിഫൈസുകൾ ചെയ്തു. നേരെ ചൊവ്വയുള്ള കാര്യം യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും അത് കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവരിങ്ങനെ വർക്ക് ചെയ്ത് നീതി കിട്ടാൻ വേണ്ടി, നീതിമാനാകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എബ്രഹാം, അവരുടെ ഫാദർ, അല്ലെ, എല്ലാത്തിൻ്റെയും തുടക്കം, അല്ലെ, എല്ലാത്തിനും തുടക്കമല്ല, ഇസ്രായേൽ എന്ന രാജ്യത്തിന് തുടക്കം അത് തുടങ്ങിയത് എബ്രഹാമിൽ നിന്നാണെങ്കിൽ, എബ്രഹാം ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം ദൈവം എബ്രഹാമിനെ നീതിമാൻ എന്ന് കണക്കൂട്ടി. അങ്ങനെയാകുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലാക്കാത്തൊരു പോയ കാര്യം തന്നെ: വിശ്വസിച്ചാൽ മതി, ദൈവത്തെ വിശ്വസിക്കണം. ദൈവം അയച്ചിരിക്കുന്ന ആള്, അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അതാണ്, ആ വർക്കാണ് അവർ ചെയ്യേണ്ടിയിരിക്കുന്നത്, അല്ലെ. ജോണിന്റെ അകത്ത്, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 6ാമത്തെ ചാപ്റ്ററിൽ ദൈവം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഏത് വർക്കാ ചെയ്യണമെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ള ഒറ്റ വർക്ക് മാത്രം ചെയ്താൽ മതി. ആ വർക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന നിത്യതയിൽ ആയിരിക്കും, ദൈവത്തിന്റെ ഒപ്പമുള്ള നിത്യതയിലായിരിക്കും. വിശ്വസിച്ചാൽ മാത്രം മതി എന്നാണ് പിതാവ് പറയുന്നത്. അപ്പൊ നമ്മളുടെ നീതി വരുന്നത് യേശുവിൽ നിന്നാണ്, അല്ലെ. അപ്പോ ഒരു വെപ്പൺ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: നിനക്ക് വിരോധമേ ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. പിശാച്, നമ്മൾക്ക് യുദ്ധമുണ്ട്. ഒന്നാമതായിട്ട് മനസ്സിലാക്കുക, നമുക്ക് യുദ്ധമുണ്ട്. എഫേസ്യർ ലേഖനത്തിൽ 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: നമുക്ക് യുദ്ധമുണ്ട്. നമുക്ക് യുദ്ധമില്ല. നമ്മൾ എന്താ പറയണേ, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു റോസ് പെറ്റലിന്റെ പൊക്കത്തിൽ കൂടെയുള്ള നടപ്പാന്ന് നമ്മൾ വിചാരിക്കും. നമുക്ക് യുദ്ധമുണ്ട്. പക്ഷെ യുദ്ധം ഉണ്ടായിട്ടും
കുഴപ്പമില്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് യുദ്ധത്തിനായിട്ട് ധരിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ആയുധം എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിന്റെ ആയുധമാണ്. അല്ല, ആയുധവർഗ്ഗമാണ്. അല്ലെ? ആർമർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആയുധവർഗ്ഗമാണ് തന്നിരിക്കുന്നത്. മനുഷ്യരുടെ ആയുധവർഗ്ഗവുമായിട്ട് പിശാചിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഫലിക്കത്തില്ല. അല്ലെ? നമുക്കറിയാം, ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടി ഡേവിഡിന്റെ കയ്യിലേക്ക് ശൗൽ രാജാവ്, അല്ലെ, രാജാവ് സോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ, ആയുധങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ, ഉടുപ്പ് അല്ല പടച്ചട്ടയെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ ഡേവിഡ് അതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഒന്ന് നടക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞപ്പോ ഡേവിഡിനെ സംബന്ധിച്ചിട്ട് അതൊന്നും പറ്റുന്നില്ല. കാരണം ഡേവിഡിന് അതൊന്നും പരിചയമില്ല. ഡേവിഡിന്റെ അല്ല ആയുധവർഗം. ഡേവിഡിന്റെ ആയുധം ഡേവിഡിന്റെ കയ്യിലുണ്ട്. അല്ലെ? ആ ഒരു എന്താ പറയാ, ആ സ്ട്രിങ്, അല്ലെ, ആ എന്താ പറയാ, ആ 5 കല്ലുകളും പിന്നെ ആ കവണയും, അല്ലെ, അത് മാത്രം മതി. ചവണയല്ല, കവണ, അല്ലെ, അത് മാത്രം മതി ഡേവിഡിനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു ആയുധം ദൈവം അപ്രൂവ് ചെയ്തിരിക്കുന്നതാണത്. അല്ലെ? ഡേവിഡിനെ പറ്റി ദൈവം ഇതാ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ഹൃദയത്തിന് പുറം നടക്കുന്ന വ്യക്തി, അല്ലെ, അപ്പൊ തന്റെ കയ്യിലുള്ളത് മാത്രം മതി, അല്ലെ, എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടും എനിമേനെ വീഴ്ത്താൻ പറ്റും, അല്ലെ. അപ്പൊ നമ്മള് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധം മതി നമുക്ക്. മനുഷ്യരുടെ ആയുധം വേണ്ട. മനുഷ്യരുടെ ആയുധവർഗവുമായിട്ട് പിശാചിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. അപ്പൊ നമുക്ക് യുദ്ധമുണ്ട്, നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഉള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം നമുക്ക് ആയുധം തന്നിരിക്കുന്നത്. പിന്നെ ദൈവം പറയുവാണ് ഇവിടെ, നമുക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. പിശാച് അവന്റെ എത്രമാത്രം തന്ത്രങ്ങളുമായിട്ട് വന്നെന്ന് പറഞ്ഞാലും നമുക്കെതിരായിട്ട് ഫലിക്കത്തില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെ നീ കുറ്റം വിധിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കും. അപ്പൊ ആദ്യത്തെ വാക്കുകൾ നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല എന്ന്. ആ വാക്കിൽ നിന്നൊരു കാര്യം പറയുവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ വാക്കിന്ന് ഒരു കാര്യമല്ലേ പറയാനുള്ളൂ, 2-3 കാര്യങ്ങൾ പറയുള്ളൂ. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുവാണെങ്കിൽ, പിശാചല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള ശത്രു. അല്ല, പിശാചാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതിന്റെ കാര്യം, പിശാചല്ല നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജെയിംസിലും പീറ്ററിലും എല്ലാം ദൈവം എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മള് പിശാചിനെ എതിർത്ത് നിൽക്കുമ്പോൾ, റെസിസ്റ്റ് ചെയ്യുമ്പോൾ അവൻ ഓടി ഒളിക്കും, അല്ലെ. നമ്മൾ ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്തു എന്ന് അവന് മനസ്സിലാക്കും, പിശാചിന് മനസ്സിലാക്കും. പിന്നെ അവൻ അവിടെ ഒരു എന്താ പറയാ, അവന്റെ ഒരു കാര്യം നടക്കത്തില്ല. കാരണം നമ്മൾ ദൈവത്തിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡാണ്, അല്ലെ. നമ്മൾ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാനും നമുക്ക് ദൈവത്തിന്റെ വഴി കൂടെ നടക്കാനും താല്പര്യമില്ലെന്ന് താല്പര്യമില്ലാതെ നടക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്യുക, അല്ലെ. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ നോക്കേണ്ടി വരും. ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളാണ്, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ദൈവത്തിന്റെ മക്കളുടെ കാര്യം നോക്കുന്നത് ദൈവമാണ്, അല്ലെ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കും, പിശാചിന്റെ കാര്യം പിടികിട്ടും. ഇനി ഇവരുടെ അടുത്ത് നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ അവന്റെ ഇടുമ്പോ തന്നെ അവൻ ഓടി രക്ഷപ്പെടും. അതാണ് നടക്കുന്നത്. പക്ഷേ ഓടി രക്ഷപ്പെടാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ പോലും നമ്മളിൽ നിന്ന് ഓടി രക്ഷപ്പെടാത്ത ഒരു കാര്യമുണ്ട്, അല്ലെ. ഏതാന്ന് വെച്ചാൽ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ, നമ്മൾ ജഡത്തിനെ കൊല്ലണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിനെ എതിർത്ത് നിൽക്കണമെന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ജഡത്തിന്റെ സ്വഭാവമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു, അല്ലെ. അപ്പൊ ആ ജഡത്തിന്റെ സ്വഭാവത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് ഏറുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക, നമുക്കെതിരായിട്ട് പിശാച് കൊണ്ടുവരുന്ന ഒരു ആയുധവർഗവും, അല്ലെ, നമ്മുടെ ശത്രു നമ്മൾക്കെതിരായിട്ട് കൊണ്ടുവരുന്ന ഒരു ആയുധവർഗവും നമുക്കെതിരായിട്ട് ഫലിക്കത്തില്ല. അതിന്റെ കാരണം എന്താന്നുള്ളത് 16ാമത്തെ വാക്കിലെ പറഞ്ഞിരിക്കുന്നത്, തീക്കനൽ ഊതിപ്പണി ചെയ്തു ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിരിക്കുക. നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കെതിരായിട്ട് ആയുധം ഉണ്ടാക്കുന്നവനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവവും നമ്മളെ നശിപ്പിക്കാൻ വരുന്നവനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമാണ് സൃഷ്ടാവ്. ദൈവം ഇവരെക്കാൾ, യേശുക്രിസ്തുവാണ് സൃഷ്ടാവ്. യേശുക്രിസ്തു ഇവരെക്കാൾ എല്ലാവരെക്കാളും എന്താ പറയുക, വലിയവനാണ്, അല്ലെ. സകലതിനേക്കാളും വലിയവനാണ് യേശുക്രിസ്തു. അപ്പം നമുക്കെതിരായിട്ട് നിൽക്കുന്ന ഒന്നിനെ ദൈവം വെച്ചോണ്ടിരിക്കത്തില്ല. സോളായിരുന്ന കാലത്ത് ചർച്ചിന് എതിരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ യേശുക്രിസ്തു ഇങ്ങനെ ചോദിച്ചു,
സോള് നീ എന്താണ് എനിക്കെതിരായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെ? എനിക്കെതിരായിട്ട് എന്താ പറയാ നീ വർക്ക് ചെയ്ത് നീ ജയിക്കത്തില്ല. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ? പറയുന്നത്. അപ്പൊ എന്താ പറയുക, എനിക്കെതിരായിട്ട് നീ എന്താ പറയാ തൊഴിക്കാനും കുത്താനും ശ്രമിക്കുവാണെങ്കിൽ നീ ജയിക്കത്തില്ല, നിനക്ക് ജയിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, എനിക്കെതിരെ എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ല എന്റെ ചർച്ചിനെതിരെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ദൈവത്തിൻ്റെതാണ്, നമ്മൾ ദൈവത്തിൻ്റെതായി കഴിയുമ്പോൾ നമ്മളെ എന്താ പറഞ്ഞ സ്വന്തമായിട്ടാണ് ദൈവം കരുതുന്നത് അല്ലെ? സ്വന്തമായിട്ടുള്ളതിനെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എതിരായിട്ട് തന്നെ ദൈവം മനസ്സിലാക്കുന്നത്. അതാണ് ദൈവത്തിന്റെ ഹൃദയം, യേശു ക്രിസ്തുവിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം ഉണ്ടാക്കുന്നവനെയും പിന്നെ നശിപ്പിക്കാൻ ദൈവം തന്നെ ഉപയോഗിക്കുന്ന സംഹാരകനെയും അല്ലെങ്കിൽ നശിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിക്കുന്ന സംഹാരകനെ എല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാത്തിനേക്കാളും പവറുള്ളവ ദൈവം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ശക്തി നമുക്കെതിരായിട്ട് നിൽക്കുന്ന, നമുക്കെതിരായിട്ട് വിരോധമായിട്ട് ഉയരുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല എന്നാണ് ദൈവം പറഞ്ഞത്. കാരണം അതോറിറ്റി നമുക്ക് തന്നിരിക്കുവാണ് അല്ലെ ചെയ്യുന്നത്. യേശു ക്രിസ്തു ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. സൈറ്റന്റെ തലയിൽ അവന്റെ സകലവിധത്തിലുള്ള പവറിലും നമുക്ക് ചവിട്ടി മെതിക്കുള്ള അതോറിറ്റി നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ലൂക്കോസിലെ 10 ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതാണ് നമ്മളുടെ ഒരു പവർ അല്ലെ? നമുക്ക് വേണ്ടി ദൈവം യേശുക്രിസ്തു ചെയ്തു തന്നിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. ക്രോസ് ഓഫ് കാൽവറി എന്താണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ അല്ലാതെ നമുക്ക് മനസ്സിലാക്കിയില്ല, നമുക്ക് മനസ്സിലാക്കി നമ്മുടെ അതോറിറ്റി എന്താണ് ദൈവത്തിന്റെ കണ്ണുകളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല എങ്കിൽ എന്താണ് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്ത ക്രോസ് ഓഫ് കാൽവറിയിൽ നിന്ന് നമ്മൾക്ക് നമ്മുടെ ജീവിതം എന്താണ്, നമ്മുടെ പുതിയ ജനനം എന്നുള്ളത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ വീണ്ടെടുപ്പ്, നമ്മുടെ പുതിയ ജനനം എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഈ ലോകത്ത് ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ച് കുറച്ച് മരിച്ചു പോകുന്നതിന് വേണ്ടി, ഇപ്പം ഇവിടെ കുറച്ച് സ്വർഗത്തിൻ്റെതായിട്ടുള്ള ബ്ലെസ്സിങ് ഒക്കെ അല്ലെ, ബ്ലെസ്സിങ് എല്ലാവർക്കും വേണം. അപ്പം അതൊക്കെ ഇവിടെ ഈ ലോകത്ത് ഇങ്ങനെ വെറുതെ ജീവിച്ചു കൂട്ടുന്നതിന് വേണ്ടി അധികം കഷ്ടപ്പാടൊന്നുമില്ല, പിള്ളേരുടെ പഠിത്തമൊക്കെ നേരെ ചൊവ്വെ പോണ അധികം അസുഖങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ ആ ഒക്കെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ അതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്കിൽ നമ്മളൊരു വിക്ടോറിയസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫ് അല്ല നമ്മൾ നയിക്കുന്നത് അല്ലെ? നമ്മളെ പറ്റി പിതാവിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ലോകത്ത് ജീവിക്കണം എന്നൊരു തീരുമാനത്തിൽ വന്നൊരു ആളല്ല യേശുക്രിസ്തു അല്ലെ? ദൈവത്തിന്റെ കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യണം ലോകത്ത്, അതിനു വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറഞ്ഞ് വെറുതെ വാക്കിൽ മാത്രം, അത് പവറാണ് എന്നുള്ള കാര്യം ഓൾറെഡി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അല്ലെ? ദൈവത്തിന്റെ കിങ്ഡം പവർഫുൾ ആയിട്ട് ലോകത്തിലേക്ക് വരും, ദൈവത്തിന്റെ രാജ്യം വരണം, ദൈവത്തിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ തന്നെ ഇവിടെ ലോകത്തിൽ വരണം അല്ലെ? അപ്പൊ അതിനാണ് നമ്മളെയും ദൈവം യേശുക്രിസ്തുവിന്റെ ഇമേജിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു ആദ്യത്തെ ജാതനായിട്ട് നമ്മള് യേശുക്രിസ്തുവിന്റെ എന്താ പറയാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ജീവിക്കും. അതാണ് പിതാവിന്റെ ആഗ്രഹം. യേശു അങ്ങനെയായിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മളായിരിക്കും അല്ലെ? പിശാചിന്റെ ഒരു വർക്കുമായിട്ട് യേശുവിന്റെ അടുത്ത് വരാൻ സാധിക്കത്തില്ല അല്ലെ? യേശു 40 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അത്രയും ടയേർഡായിരുന്നു പോലെ വെള്ളം കുടിച്ചു എന്ന് എന്താ പറയുക ഹംഗ്രി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള, തേഴ്സ്റ്റി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല ബൈബിൾ. അപ്പം അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ വന്ന് കഴിഞ്ഞപ്പോൾ അത്രയും ഒരു സ്റ്റേറ്റിലായിരുന്നെങ്കിൽ പോലും പിശാച് വന്നപ്പോൾ എതിർത്ത് നിൽക്കാനുള്ള ശക്തി ദൈവത്തിനുണ്ട്. കാര്യം എന്ന് വെച്ചാൽ യേശുവിനറിയാം ഒരു വെപ്പൺ അഗെയിൻസ്റ്റ് മീ വിൽ പ്രിവെയിൽ അല്ലെ? ഒരു വെപ്പൺ പോലും ഒന്നും തന്നെ ദൈവത്തിനെതിരായിട്ട് ഒരു വെപ്പൺ നടക്കത്തില്ല. സൈറ്റന്റെ ഒരു വിധത്തിൽ ഒരു കാര്യവും നടക്കത്തില്ല അല്ലെ? കാര്യം എന്താണെന്ന് വെച്ചാല് ഈ വെപ്പണുമായിട്ട് വരുന്ന ഈ ആയുധവർഗവുമായിട്ട് വരുന്ന ഈ സൈറ്റൻ എന്ന് പറഞ്ഞ ആളെയും സൃഷ്ടിച്ച ദൈവമാണ് അല്ലെ? അപ്പം ഇതാണ് നമ്മളോട് ദൈവം പറയുന്നത്, നിങ്ങൾക്കെതിരായിട്ട് വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല,
1000 ആയുധവും ഫലിക്കത്തില്ല. നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മൾ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലായാൽ മാത്രം മതി. യേശുക്രിസ്തുവിന്റെ ചിറകിന്റെ കീഴിലായോ? യേശുക്രിസ്തു ധരിച്ചവരായിരിക്കുക. യേശുക്രിസ്തു ഉള്ളിന്റെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഗലാത്യരെ പറ്റി, ചർച്ചുകളെ പറ്റി പോൾ ഇങ്ങനെ എഴുതിയത്, എനിക്ക് എന്താ പറയുക, നിന്റെ ഉള്ളിൽ യേശുക്രിസ്തു ഫോം ചെയ്യുന്നോടം വരെ, അല്ലെ, ഗർഭിണിയുള്ള സ്ത്രീ ആ ലേബർ പെയിനായിട്ട് ഞെരങ്ങുന്ന പോലെ ഞെരങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യേശുക്രിസ്തു ഫോം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ, അല്ലെ. പിശാച് നോക്കുമ്പോ, പിതാവ് നോക്കുമ്പോ, ഗോഡ് ദ ഫാദർ നോക്കുമ്പോൾ യേശുവിനെ കണ്ടില്ലേ, പിന്നെ നമ്മുടെ കാര്യം തീർന്നു. പക്ഷെ പിശാച് നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മളെ തന്നെയാണ്, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവമാണ് കാണുന്നെങ്കിൽ അവനെങ്ങും നമ്മളെ കണ്ടിട്ട് ഓടാനൊന്നും പോകുന്നില്ല. പക്ഷെ യേശുവിനെയാണ് കാണുന്നെങ്കിൽ, അല്ലെ, യേശുവിനെയാണ് കാണുന്നെങ്കിൽ, ദൈവത്തിന്റെ സ്വഭാവമാണ് നമ്മളിൽ അവന് കാണാൻ സാധിക്കുന്നെങ്കിൽ അവൻ വന്ന വഴിയെ ഓടും, അല്ലെ. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക, നമുക്കെതിരായിട്ട് വിരോധമുണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ ഇങ്ങനെ ഒരായുധവും ഫലിക്കത്തില്ല. അതിന്റെ കാര്യം പറഞ്ഞിരിക്കുക ഇങ്ങനെയാണ്: തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ സൃഷ്ടിച്ചിരിക്കുന്നത്, നശിപ്പാൻ സംഹാരം ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവമാണ് കൊല്ലനെ സൃഷ്ടിച്ചിരിക്കുന്നതും സംഹരിക്കാൻ, അല്ല, വരുന്നവനെയും സംഹരിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്നവരെയൊക്കെ ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ഇസ്രായേലിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ, ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നവർ നടന്നല്ലോ. അപ്പൊ ഇസ്രായേലിനെ രണ്ടായിട്ട് ദൈവം പകുത്തു. ജൂഡയായി ഒരു 2 ട്രൈബ് കൂടി, 2 ഗോത്രക്കാര് കൂടി ജൂഡയായി തീർന്നു. പിന്നെ ബാക്കി 10 പേരെ ചേർന്ന് ഇസ്രായേലായി തീർന്നു. അപ്പൊ ഇസ്രായേലിന്റെ ചരിത്രം എടുത്ത് നോക്കുവാണെങ്കിൽ, എന്താ പറയുക, 10 ട്രൈബിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാൾ പോലും നല്ല ഒരു രാജാവ് ഒരിക്കൽ പോലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ എന്താ പറയുക, മോശമായ രീതിയിൽ, അല്ല, അവരവരുടെ കുഞ്ഞുങ്ങളെ പോലും തീക്കിരയാക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക്, അങ്ങനത്തെ ഒരു തരത്തിലുള്ള ജീവിതം, അല്ലെ, അന്യ ദൈവങ്ങൾ എന്ന് പോലും പറയാൻ പറ്റത്തില്ലല്ലോ, അല്ലെ. അഷറാപ്പോളിനെയും പിന്നെന്താ ബാലിനെയൊക്കെ വർഷിപ്പ് ചെയ്ത് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കൊല്ലുകയും അവർക്ക് വേണ്ടി ബലി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് നടന്നിരുന്ന ഒരു വല്ലാത്ത ഒരു ജീവിത ശൈലിയായിരുന്നു ഇസ്രായേൽ എന്ന രാജ്യം 10 ട്രൈബ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ, ജൂഡയിൽ അവിടെ ഇവിടെയൊക്കെ വന്ന രാജാക്കന്മാർ, ഇപ്പൊ ജോസയെ പോലെ അല്ലെങ്കിൽ ഹെസക്കിയ പോലുള്ള രാജാക്കന്മാരൊക്കെ അവര് കുറെയൊക്കെ ബെറ്റർ ആയിരുന്നു. കുറെയൊക്കെ ജോസിയ നല്ലൊരു രാജാവായിരുന്നു, അല്ലെ. ഹെസക്കിയയും ടുവേഴ്സ് ദ എൻഡ് ഹെസക്കിയ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ പോലും, പക്ഷെ അതല്ലെങ്കിൽ പോലും അതൊക്കെ നമുക്ക് മറക്കുവാണെങ്കിൽ അദ്ദേഹം കുറെയൊക്കെ ദൈവത്തിന് വഴി കൂടെ തന്നെ നടന്ന രാജാവായിരുന്നു. അപ്പൊ അങ്ങനെ കുറേയധികം രാജാക്കന്മാര് ജൂഡയിൽ വന്നിട്ടുണ്ടായിരുന്നു, നല്ല രാജാക്കന്മാർ. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മഹാമോശമായിരുന്നു. പക്ഷെ അപ്പൊ ദൈവം ഇവരെ തന്നിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് വേണ്ടി അസേറിയൻ രാജാക്കന്മാരെയും ബാബിലോണിനെയൊക്കെ ഉപയോഗിച്ചു. പക്ഷെ ബാബിലോണിനൊക്കെ ഉപയോഗിച്ചപ്പോ എന്താ പറയാ, ബാബിലോണിനെതിരായിട്ടും ദൈവം നിന്നു, അസേറിയക്ക് എതിരായിട്ടും ദൈവം നിന്നു. കാരണം എന്താ വെച്ചാൽ ദൈവത്തിന്റെ കയ്യില് ആയുധമാണ് ഇവരെന്ന് ഇവർക്ക് തന്നെ മനസ്സിലായില്ല. ഇവര് വിചാരിച്ചു ഇവരുടെ കഴിവുകൊണ്ടാണെന്ന്, അല്ലെ, ഇവരുടെ കഴിവുകൊണ്ടാണ് ഇവര് നേട്ടമുണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ ഒക്കെ ഇവര് ഓരോ രീതിയിലും എന്താ പറയണേ, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമുക്കറിയാം അസേറിയൻ കിങ്ങിന്റെ സേനാധിപതിയൊക്കെ ഹെസക്കിയാക്കെതിരെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നത്, ഏതെങ്കിലും രാജാക്കന്മാർ, ഏതെങ്കിലും രാജ്യത്തിന്റെ ദൈവങ്ങൾ അവരെ രക്ഷിച്ചിട്ടുണ്ടോ, അല്ലെ, അപ്പോ നിന്റെ ദൈവം നിന്നെ വന്ന് രക്ഷിക്കുമോ? അപ്പോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്കൊക്കെ അസേറിയക്കാര് പോവുകയും പിന്നെ ദൈവം അവരെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ നമുക്കറിയാം ദൈവത്തിന്റെ കയ്യിലെ വെപ്പണുകളാണ് ഇവരെല്ലാം, അല്ലെ. അപ്പൊ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന നീതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നീതി ദൈവത്തിൽ നിന്നുള്ളതാണെന്നും നമുക്കെതിരായിട്ട് ഒരിക്കൽ പോലും ഒന്നും ഫാഷൻ ചെയ്തിരിക്കുന്ന ഒരു ആയുധവർഗവും ഫലിക്കത്തില്ല. ഇനി 2ാമത്തെ വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുക, 17ാമത്തെ വാക്ക് തന്നെ: ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിലും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആവുന്നു യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പൊ നമുക്കെതിരായിട്ട് ഉയരുന്ന നാവിനെ, അല്ലെ, അതിന് കുറ്റം വിധിക്കാനുള്ള അധികാരം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്, അല്ലെ. അപ്പോ നമ്മുടെ നാവിന്റെ ശക്തിയിലാണ്, പവറിലാണ് ജീവിതവും മരണവും ഇരിക്കുന്നത്. അപ്പൊ നമ്മളെ പറയുമ്പോൾ, നമ്മളെ അഗെയിൻസ്റ്റ് ആയിട്ട് പറയുമ്പോൾ നടക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾക്കെതിരായിട്ട് നമ്മളെ കുറ്റം വിധിക്കാൻ വേണ്ടി
ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരുത്തരുണ്ട് പിശാച്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ അവരും അവന്റെ ടീം മനുഷ്യരെ ഉപയോഗിക്കുമല്ലോ അല്ലെ. നമുക്ക് ജഡരക്തങ്ങളോടല്ല എന്താ പറയുക യുദ്ധമുള്ളതെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജഡരക്തങ്ങളെ ഇവര് ഉപയോഗിക്കും അല്ലെ. പിശാചിന്റെ ടീം ജഡരക്തങ്ങൾ ഉപയോഗിക്കും, മനുഷ്യരെ ഉപയോഗിക്കും. അപ്പൊ അതിനെതിരെ അവര് നമുക്കെതിരായിട്ട്, ഏതൊരു മനുഷ്യരും നമുക്കെതിരായിട്ട് സംസാരിക്കുന്ന വാക്കുകളെ അത് നമുക്ക് കണ്ടം ചെയ്യാനും നമുക്ക് അതിനെ കുറ്റം വിധിക്കാനും അതിനെ ഒന്നുമല്ലാതാക്കി തീർക്കാനുമുള്ള അധികാരം അല്ലെ, അതായത് പിശാചിന്റെ തലയെ ചവിട്ടി പൊളിക്കാനുള്ള അധികാരം നമ്മുടെ പിതാവ് നമുക്ക് തന്നിരിക്കുകയാണ് ചുരുക്കം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്രോസ് ഓഫ് കാൽവറി യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മൾ തികഞ്ഞ പരാജയമായി അല്ലെ. നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മളെ വിക്ടോറിയസ് ആണ്, നമ്മൾ സക്സസ്ഫുൾ ആണ് നമ്മുടെ ജീവിതം, നമ്മൾ വിക്ടോറിയസ് ആണ് നമ്മുടെ ജീവിതം, ജയാളികളാണ് നമ്മൾ അല്ലെ. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നും പോരാട്ടമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോരാട്ടം ഉണ്ട്, പക്ഷെ അതിനെ മറികടക്കുക, അതിനെ ഒന്നുമല്ലാക്കി തീർക്കാനുള്ള ശക്തി നമ്മുടെ നാവിൽ തന്നെ ദൈവം തന്നിരിക്കും. നമുക്കതിന് അധികാരം ദൈവം തന്നെ നമുക്ക് തന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ അധികാരം കിട്ടിയിരിക്കാൻ നമ്മളിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുക. ഇത് നമുക്കുള്ള എന്താ പറയുക, നമ്മുടെ അവകാശമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വെപ്പൺ നമുക്കെതിരെ നിലനിൽക്കത്തില്ല എന്നുള്ളതും, അത് എന്ത് നമുക്കെതിരെ വന്നാലും നമുക്ക് അതിനെ കുറ്റം വിധിക്കാൻ, ന്യായം വിധിക്കാം എന്നുള്ളതും, എന്താ പറയണേ, ന്യായം വിധിക്കാതെ കുറ്റം വിധിക്കാം, അതിനെ നള്ളിഫൈ ചെയ്യാം എന്നുള്ളതും നമുക്ക് തന്നിരിക്കുന്ന അധികാരമാണ്. ആ അധികാരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെ, അധികാരം തന്നിരിക്കുന്നവൻ സൃഷ്ടാവായ ദൈവമാണ്, യേശുക്രിസ്തുവാണ്. നമ്മളുടെ ആട്ടിടയൻ സൃഷ്ടാവായ ദൈവമാണെന്നും നമുക്ക് കൂടെ നടക്കുന്നവൻ അവനാണ്, അവന്റെ ചിറങ്കീഴിലാണ് നമ്മളെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വിജയാളികളായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിപ്പോൾ, അങ്ങനെ കരയുന്ന വ്യക്തികളാകരുത് എന്നാണ് നമ്മളെപ്പറ്റി പിതാവ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുക എന്താണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവറി ചെയ്തതെന്നും മനസ്സിലാക്കുക. നമുക്ക് പരാജയപ്പെടാൻ സാധിക്കത്തില്ല, കാരണം യേശു കൂടെയുണ്ട്. നമ്മൾ യേശുവിലാണ് എങ്കിൽ നമുക്ക് പരാജയപ്പെടാൻ സാധിക്കത്തില്ല. യേശുവിന്റെ പുറത്താണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിലല്ല നമ്മളെങ്കിൽ, നമ്മൾ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഇപ്പോഴും യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നമുക്ക് വിക്ടറി ഇല്ല. നമ്മൾ യേശുവിന് പുറത്ത് നമ്മളെ തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ കീപ്പ് ചെയ്യുക എന്നാണ് ചൂടുവഴി ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ തന്നെ നമുക്ക് ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ തന്നെ സൂക്ഷിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ യേശുവിലായിരിക്കുമ്പോൾ ഒരു വെപ്പൺ, ഒരു ആയുധം നമുക്കെതിരായിട്ട് അത് 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 ഫലിക്കത്തില്ല. അത് മനസ്സിലാക്കും. ഒരു നാക്ക് നമുക്കെതിരായിട്ട് ഉയർന്ന നാക്കുകൾ എല്ലാത്തിനെയും നമുക്ക് അതിനെ നള്ളിഫൈ ചെയ്യാൻ, അതിനെ കണ്ടം ചെയ്യാൻ, അതിനെ കുറ്റം വിധിക്കാനുള്ള ഒരു അവകാശം നമുക്ക് തന്നിരിക്കുന്നു. അത് മനസ്സിലാക്കുക. ഒന്നിനെ ഓർത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ അവകാശം നമുക്കുള്ളതാണ്. കൂടെ നിൽക്കുന്ന യേശുക്രിസ്തു ഒരിക്കൽ പോലും തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തുവാണ് അല്ലെ. നമുക്കെതിരായിട്ട് വരുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര പീഡനമാണ്, എനിക്ക് ഭയങ്കര പോരാട്ടമാണ്, എനിക്കെതിരായിട്ട് ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുകൊണ്ട് അങ്ങനെയൊക്കെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് ചുരുക്കം അല്ലെ. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥന കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിനായിട്ട്, അങ്ങയുടെ നന്മയ്ക്കായിട്ട്, ഞങ്ങൾക്ക് വേണ്ടി അത് നിലനിൽക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്, നിൽക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളെ ശക്തരാക്കി എന്നതിനും കർത്താവിലോട്ട് പ്രാർത്ഥിക്കാൻ, പിശാചിന്റെ അധികാരത്തിന്റെ പുറത്ത് കർത്താവ് ഞങ്ങൾക്ക് അധികാരം തന്നതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. മനുഷ്യരൊക്കെ ഓരോരുത്തരോട്ട് പ്രാർത്ഥിക്കുന്നു, അവരെ സമർപ്പിക്കുന്നു കർത്താവിലോട്ട് പ്രാർത്ഥിക്കാൻ. അനുഗ്രഹിക്കുന്ന വിശ്വസിക്കുന്ന നികേട്ടൻ തന്നെ ദൈവത്തിനകത്ത് മാത്രം.